ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന സാമുവേലിനെ പരിശുദ്ധാത്മാവ് പുറത്തെടുക്കുന്നു. സാമുവേൽ രണ്ട് രാജാക്കന്മാരെ അദ്ദേഹം അഭിഷേകം ചെയ്യുന്നു. ആദ്യമായിട്ട് അദ്ദേഹം ശൗലിനെ അഭിഷേകം ചെയ്യുന്നു. ശൗലിനെ അഭിഷേകം ചെയ്ത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ശൗലിൽ നിന്ന് അഭിഷേകം നഷ്ടപ്പെടുന്നു. ശൗല് തെറ്റായ ഒരു കാര്യം ചെയ്യുന്നു. തെറ്റായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവ ആലോചന കേൾക്കാൻ വേണ്ടി വെളിച്ചപ്പാടത്തിയുടെ അരികിലേക്ക് പോകേണ്ട ഒരു ഗതികെട്ട അനുഭവം പുള്ളിക്കാരനുണ്ടാകുന്നു. അത് നിമിത്തം അദ്ദേഹത്തിൻ്റെ ദൈവകൃപ തന്നെ നഷ്ടപ്പെട്ടു പോകുകയാണ്. കഴിഞ്ഞ പകൽ ഞാൻ തൊട്ട ഒരു ഭാഗമാണത്. നോക്കുക, അദ്ദേഹത്തിന് ആളെ മനസ്സിലായില്ല. വേഷപ്രച്ഛന്നനായി ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കിന് വെളിച്ചപ്പാടത്തേക്ക് പുള്ളിക്കാരനെ മനസ്സിലായി. തെറ്റായ ഒരു ആലോചന കേൾക്കാൻ പോയിരുന്നതേ ഉള്ളൂ. തൻ്റെ ദേഹത്തുള്ള ആത്മാവ് നഷ്ടമായിപ്പോയി. വളരെ ഗൗരവമായ ഒരു ഭാഗം കഴിഞ്ഞ പകൽ ഞാൻ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, വിവേചനപരം ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. കേൾക്കുന്നവരാമയും പറയണേ. എല്ലാ അന്യഭാഷയും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല, എല്ലാ കയ്യടിയും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല, എല്ലാ പ്രൊഫസിയും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. തെറ്റായത് കേട്ടാൽ തെറ്റായ അനുഭവത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. തെറ്റായത് വെളിപ്പെട്ടാൽ, തെറ്റായ കൈവെപ്പുകൾ ഉണ്ടായാൽ, തെറ്റായ പ്രതലങ്ങൾ പിന്നീട് മൂവ്മെൻറ്റുകളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. തെറ്റായ ആത്മാവ് ലീഡ് ചെയ്യുന്ന ആളുകൾ ഉള്ളിടത്ത് ഹോളി സ്പിരിറ്റിന് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ലെന്നറിയോ? സ്വാധീനം ചെലുത്താൻ പറ്റാതെ പോകും. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിലെ ആദ്യ മിനിറ്റിൽ തന്നെ തെറ്റായി തലപൊക്കുന്ന പ്രതലങ്ങളുടെ അടിത്തറ പൊട്ടിക്കുന്ന ഒരു അഭിഷേകത്തിന് വേണ്ടി ശക്തിയോടെ ദൈവസഭ പ്രാർത്ഥിക്കണം. ദൈവസഭ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഞാനിതെല്ലാം തൊടുമ്പം ദൈവം എൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, മൂവ്മെൻറ്റിന് ഇതെല്ലാം ഭാഗമാകും. പാസ്റ്റർ എനിക്ക് മുമ്പേ പറഞ്ഞു, ആ മൂവ്മെൻറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം സംഭവിക്കും. ഈ മൂവ്മെൻറ്റിൻ്റെ അകത്ത് ഇതിനെല്ലാം മുക്കിക്കളയുന്ന ഒരു മൂവ്മെൻറ്റാണ് വരാൻ പോകുന്നത്. ഒരു അന്യാരാധനയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല, ഒരു അന്യായ ആരാധനയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല, സ്വാധീനങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞിടയിൽ ഞാനിങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് ഒരു ഗോവക്കാരാണ്, അവർക്ക് സഹോദരിക്ക് ഒരു പൈശാചിക ശക്തി ഇളകി ഉടനെ എൻ്റെ കൂടെ തന്നെ നിന്ന്, എനിക്ക് ഇംഗ്ലീഷ് വലുതായിട്ട് അത്ര ജ്ഞാനമില്ല, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, അത് ഇംഗ്ലീഷിലിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇങ്ങനെ കൽപ്പിക്കാനൊക്കെ. പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്ന ആളത് നന്നായിട്ട് ചെയ്യുന്നു. അത് ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കിന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എടാ നല്ല ഇതാണ്, കൊള്ളാം. നമ്മൾ മലയാളത്തിൽ പറയുന്നതിലും പഞ്ചുണ്ട് ഇംഗ്ലീഷിൽ അങ്ങനെ പറയുന്നതിന്. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഇപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അയാൾ ഛർദ്ദിക്കാൻ തുടങ്ങി, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പം നോക്കുക, അയാൾക്ക് പഞ്ചേ ഉള്ളൂ, പക്ഷേ ആത്മാവ് വേറെയായിരുന്നു. ഹല്ലേലൂയ പറയാവോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അങ്ങനത്തെയുള്ള ഒരു വിവേചനപരത്തിൻ്റെ അഭിഷേകം വിശ്വസിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കൽപ്പിക്കട്ടെ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നോക്കുക, ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന സൗലിൽ നിന്ന് അഭിഷേകം നഷ്ടപ്പെട്ടു. അഭിഷേകം കൊടുത്തവർ വിശ്വസ്തയോടത് കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ അഭിഷേകം അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. കയ്യടിയിൽ തുടരാൻ പറ്റും, പക്ഷേ അഭിഷേകം നഷ്ടപ്പെട്ടു പോകും. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ദൈവസാന്നിധ്യമില്ല എങ്കിൽ നമുക്ക് പിന്നെ ഒന്നുമില്ല. ദൈവസാന്നിധ്യമില്ലാത്ത ഒരു അന്തരീക്ഷം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമായിട്ട് മാറണം. ദൈവസാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു പെയിൻ ദൈവമക്കളുടെ ഉള്ളിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് വാഞ്ച വർദ്ധിക്കുകയും പ്രാപിക്കാനുള്ള കൊതി ഉണ്ടാകുകയും ചെയ്യുന്നത്. നോക്കൂ, ശൗലിൽ നിന്ന് അഭിഷേകം നഷ്ടപ്പെട്ടു. ശൗൽ വഴിതിരിഞ്ഞതുകൊണ്ട് ദൈവം അടങ്ങിയിരുന്നില്ല, മറ്റൊരുത്തനെ തിരഞ്ഞെടുത്തു. ഭാഗം നമുക്കറിയാം. ദാവീദിനെ തിരഞ്ഞെടുത്ത് അവൻ്റെ തലമേൽ ദൈവം അഭിഷേകം ഒഴിക്കുന്നു. രാജാക്കന്മാരുടെ കാലഘട്ടം തുടങ്ങുകയാണ്. ആദ്യം ശൗലിൽ തുടങ്ങി, പിന്നീട് ദാവീദിൻ്റെ തലയിൽ അഭിഷേകം വീഴുന്നു. ദാവീദിൻ്റെ തലയിൽ അഭിഷേകം വീഴുമ്പോൾ ദാവീദിൻ്റെ തലയിൽ അഭിഷേകം വീണതിന് ശേഷമായിട്ട് ഒരു ഭാഗമുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം പറയാം. ദാവീദിൻ്റെ തലയിൽ അഭിഷേകം വീഴുമ്പോൾ ആദ്യമായിട്ട് അഭിഷേകം വീണ ദാവീദ് നേരിട്ടത് ഒരു നായയല്ല നേരിട്ടത്, ചെറിയൊരു നായയല്ല നേരിട്ടത്, ഒരു കുറുക്കനെ അല്ല നേരിട്ടത്, ഏതെങ്കിലും ഒരു ചെറിയ മൃഗത്തെയല്ല നേരിട്ടത്, തന്നെക്കാളും ഇരട്ടി വലിപ്പമുള്ള 400-500 കിലോ തൂക്കമുള്ള സിംഹത്തെയും കരടിയാണ് നേരിട്ടത്. എനിക്ക് ആ ധ്യാനത്തിങ്കിൽ ഒരു ചോദ്യം ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ആദ്യമായിട്ടൊക്കെ ഒന്ന് അഭിഷേകം പ്രാപിച്ചതല്ലേ, ഒരു ചെറിയ മൃഗത്തേക്ക് ഇട്ടുകൊടുത്തൊന്ന് ജയിച്ചതിന് ശേഷം ഒരു വലിയ മൃഗത്തെ കൊടുത്താൽ പോരായിരുന്നോ എന്ന് ഞാൻ എൻ്റെ പഠനത്തിൽ ചോദിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഇവൻ തുടങ്ങുന്നതേ ചെറിയതല്ല, ഇവൻ തുടങ്ങുന്നതേ ഏറ്റവും ടോപ്പിൽ നിന്ന് തന്നെ തുടങ്ങണം.
ഇന്ന് രാത്രി ചിലരോട് കർത്താവ് സംസാരിക്കുന്നു. നീ എല്ലാവരെയും പോലെയല്ല എന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വാചലിപ്പിച്ച് ശക്തിയോടെ കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ഒരു പ്രധാന സെന്റൻസ് പരിശുദ്ധാത്മാവ് പറയുന്നു. ചിലർ ദീർഘനാളുകളായി ചില പ്രതലങ്ങളെ തൊട്ട് കയറി വന്നതെങ്കിൽ ഒറ്റയടിക്ക് രാജകീയമായ അഭിഷേകം വീഴുന്ന ചിലത് ഇന്ന് രാത്രി ഇതിനകത്ത് എഴുന്നേൽക്കാൻ പോകുന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ കർത്താവിന്റെ നാമത്തിന് മഹത്വം കൊടുക്കുക. കർത്താവിന്റെ നാമത്തിന് മഹത്വം കൊടുക്കുക. കർത്താവിന്റെ നാമത്തിന് മഹത്വം കൊടുക്കുക. യേശുവിൻ നാമത്തിൽ എന്നോട് കർത്താവ് ഇന്ന് രാത്രിയിലും പ്രവചിക്കാൻ പറയുന്നു. നിന്റെ അഭിഷേകം തെളിയിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം വരുന്നുണ്ട്. നിന്റെ അഭിഷേകം തെളിയിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം വരുന്നുണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ നിന്റെ ദേഹത്ത് വീണത് എന്താണെന്ന് ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. കേൾക്കുന്നവരാമേൻ പറയട്ടെ. അവൻ അതിനെ ജയിക്കുന്നു. അവൻ ഗോലിയാത്തിനെ ജയിക്കുന്നതിന് മുമ്പായിട്ട് അവൻ്റെ ഉള്ളിൽ ഭയങ്കര ശൗര്യമുണ്ടാകുന്നു. ഈ ദൈവവിഷയത്തിൽ ശൗര്യമുണ്ടാകുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. വരുന്നത് കൊണ്ട് മാത്രം പറയുന്നത്. ദൈവവിഷയത്തിൽ ശൗര്യമുണ്ടാകുന്നത് ഒരു വലിയ കാര്യം. ആരാധനയുടെ കാര്യത്തിലും പ്രാർത്ഥനയുടെ കാര്യത്തിലും ഉപവാസത്തിൻ്റെ കാര്യത്തിലുമൊക്കെ നമുക്കൊരു ശൗര്യം വേണം. ആമേൻ പറഞ്ഞാട്ടെ. ചില കാര്യം കേൾക്കുമ്പോൾ ഒരു വിഷയം പറയുമ്പോഴത്തേക്കിന് ഒരു ശൗര്യം വേണം പ്രാർത്ഥിക്കാൻ. ആ വിഷയത്തിൻ്റെ വിടുതൽ ഞാൻ കണ്ടിരിക്കോ. കുറച്ചു മുമ്പ് ഒന്ന് അനൗൺസ് ചെയ്തില്ലേ, ഈ പട്ടണത്തിൽ ഞാൻ ഇങ്ങനെ പറയാം, ആ വാക്കിനെ ഒന്ന് ചേർത്ത് പറയാം. നീ നടക്കുമ്പോൾ ആളുകൾ രക്ഷിക്കപ്പെടണം. നിന്നെ കാണുമ്പോൾ ആളുകൾ രക്ഷിക്കപ്പെടണം. നിന്റെ സ്വാധീന വലയത്തിനകത്ത് ഒരു ദുരാത്മാവ് നിൽക്കരുത്. അത്രയും ഒരു അഭിഷേകം വേണം വഹിക്കാൻ. കേൾക്കുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഈ ദൂതിനെ സ്വീകരിക്കുന്നെങ്കിൽ അടുത്തൊരു സെന്റൻസ് പറയാം. ബാംഗ്ലൂർ പട്ടണത്തിനകത്ത് ബസ്സിനകത്ത് നീ കയറിയാൽ ഭൂതങ്ങൾ ഇളകണം. ട്രെയിനിന്റെ അകത്ത് നീ കയറിയാൽ ഭൂതങ്ങൾ ഇളകണം. നീ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ ഭൂതങ്ങൾ ഇളകണം. അത്തിരി ഒരു ആത്മതലം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തുറക്കുമെന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ Shalba Ratara Jalaba Rantaradiara Lagaduri Jalagamanagada Gamanahastaniara Jalabantaradiara Almanadiara Jalabataradiara ദൈവം പറഞ്ഞ ആലോചന ഈ സ്റ്റേജിൽ പറയാതെ ഞാൻ പോകത്തില്ല. പക്ഷെ കർത്താവ് ഇന്ന് രാത്രി ആവശ്യമുള്ളവർ ഇതിനകത്തുള്ളത് കൊണ്ട് ചില വിഷയങ്ങളെ ആധികാരികമായി തൊടുകയാ. കൈതട്ടാനുള്ളതല്ല ഈ അഭിഷേകം, തുള്ളിച്ചാടാൻ വേണ്ടി മാത്രമുള്ളതല്ല ഈ അഭിഷേകം. നിന്റെ ദേഹത്ത് നിൽക്കുന്ന അഭിഷേകം ഈ പട്ടണം അറിയണോ, ഇവിടുത്തെ പൈശാചിക ലോകം അറിയണം. പൗലോസ് മുഷിഞ്ഞപ്പോ വെളിച്ചപ്പാടിന്റെ ആത്മാവ് വിട്ടുപോകുന്നു. നോക്കിക്കേ, പൗലോസിനെ തൊടുമ്പത്തേക്കിന് ചിലരുടെ ദുരാത്മാവ് വിട്ടുപോകുന്നു. അവന്റെ കയ്യിൽ കയറിയ വിഷപ്പാമ്പുകൾ വിവരമറിയുന്നു. ഇന്ന് രാത്രി അതേ അഭിഷേകം തന്നെയാണ് നമ്മൾ വഹിക്കുന്നത്. അതേ അഭിഷേകം തന്നെയാണ് നീ ചുമക്കുന്നത്. അതേ അഭിഷേകതലം തന്നെയാണ് നിന്റെ ദേഹത്തും വ്യാപരിക്കുന്നത്. ഇന്ന് രാത്രി ചിലരോട്, എനിക്കറിയത്തില്ല എല്ലാരോടും അല്ല, ചിലരോട് കർത്താവ് ഇടപെടുന്നു. നീ ഇത് പിടിക്കാതെ പോകരുത്. നിന്റെ ദേഹത്തുള്ള അഭിഷേകം നീ പോലും അറിയാതെ സ്പ്രെഡ് ചെയ്യാൻ പോകുകയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അതിനെ ക്യാച്ച് ചെയ്യ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് ഈ വചനം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് ചിലരെ നോക്കി പ്രവചിക്കാൻ പറയുകയാ. നിന്റെ ദേഹത്ത് ഇന്ന് രാത്രി മുതൽ അങ്ങനത്തെ ഒരു മഹത്വം വെളിപ്പെടാൻ പോകുകയാ. നിന്റെ ശരീരത്തിൽ ഇന്ന് രാത്രി അങ്ങനത്തെ ഒരു തേജസ് വെളിപ്പെടാൻ പോകുകയാ. Shakala Rabba Hasi Rasa Kalbara Shalabara Hasata Kalabara
റാം തകല മനഹദ രഗജന ദുരബലഗദ രഗജനദാര റച്ചരച്ചലത്തരേദി ആരജാല ബന്ധരാദിയാര ശബ്ദകാര ബന്ധരാദിയാര റസ്മി കൽബോരി അന്തരം ജാലബന്ധരാദിയാര. ഇവിടെ നടക്കുന്ന മീറ്റിംഗ് ഓൺലൈനിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ ഇരിക്കുന്നവരുടെ മുറിക്കകത്ത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പൊട്ടിക്കുമെങ്കിൽ, ഇവിടെ നടക്കുന്ന മീറ്റിംഗിൽ ലൈവായിട്ട് ടി വിയിലും മൊബൈലിലും കാണുന്നവരുടെ വീടിനകത്ത് അത്ഭുതം നടക്കുമെങ്കിൽ, നിന്റെ ദേഹത്തുള്ള സാന്നിധ്യം ഈ പട്ടണം അറിഞ്ഞിരിക്കും. ഇന്ന് വരെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇന്ന് രാത്രി മുതൽ പ്രാർത്ഥിക്കണം. ഇന്നലെ വരെ നടന്നില്ലെങ്കിൽ ഇന്ന് രാത്രി മുതൽ അത് സംഭവിക്കണം. വിശ്വസിക്കുന്നവർ അതിനെ ടെസ്റ്റ് ചെയ്യണം. എന്നോട് പണ്ടൊരു പ്രവാചകൻ പറഞ്ഞു, നിന്റെ നിഴലെ ഭൂതങ്ങൾ ഇളകുന്നു. ഒരു ദൂത് വീഴാൻ നോക്കിയിരിക്കുക, അതിനെ സ്വീകരിക്കാൻ. 2 നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് വേറൊരു പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോഴത്തേക്കിന് അവരിങ്ങനെ ആടുന്ന കണ്ടു. ഒരാളിങ്ങനെ പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ആടുന്നതാണ്. ഞാൻ ആ പാസ്റ്ററോട് പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചോളാം. ഞാൻ അവരെ ആ വെട്ടത്തിൻ്റെ എതിരെ നിർത്തി. എന്നിട്ട് കൈ ഉയർത്തിയപ്പോൾ കറക്റ്റ് നിഴൽ അവരുടെ മുഖത്തടിക്കുന്നുണ്ട്. ദൈവത്തിന് മുഖത്തുണ്ടാകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ അപ്പം തന്നെ പറഞ്ഞു, ഈ നിഴലിൽ ദൈവശക്തി വ്യാപരിച്ച് നിൻ്റെ ഭൂതം ഇളകാൻ പോവാൻ. നിഴൽ അടിക്കുകയും അവരുടെ ഭൂതം ഇളകാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിഴലിൽ ഇത് വെളിപ്പെടും. നിന്റെ ശബ്ദത്തിൽ ഇത് വെളിപ്പെടും. നിന്റെ നിഴലെ വെളിപ്പെടും. നിന്റെ സാന്നിധ്യത്തിൽ വെളിപ്പെടും. ഈ രാത്രി കൃപ പ്രാപിച്ച എത്ര ദൈവമക്കൾ ഈ ദൂതിനെ സ്വീകരിക്കുന്നുണ്ട്? ശൗര്യം, ആത്മാവിൻ്റെ ശൗര്യമുള്ളവർ ഇന്ന് രാത്രി ചർച്ചിനകത്ത് എഴുന്നേറ്റ് വരട്ടെ. ആരും തൊടാൻ മടിക്കുന്ന പേടിക്കുന്ന വിഷയങ്ങളെ തൊടാൻ ശൗര്യമുള്ളവരെ കൊണ്ടേ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി ചിലതിനെ അടിച്ചു വീഴ്ത്താൻ ശൗര്യമുള്ള ഒരഭിഷേകം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. കമാൻ ചർച്ച്, അതിനെ സ്വീകരിക്കുന്നവർ ശക്തിയോടെ ഹോ രബ ശബലഗ സതര ജാലബ രാംധര ജാലബ രട്ടകൽബാരിയാന്തരം ജാലസ്മാന സത്തരാധിയാര. ആത്മമണ്ഡലത്തെ തൊടുന്നൊരു ദൂത ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കൈകാര്യം ചെയ്യുന്നത്. ചിലർ പേടിച്ച് പിന്മാറി, ചിലർ പിന്തിരിഞ്ഞു പോയി. അതേ തൊട്ടാൽ തലവേദനയാകുമെന്ന് പറഞ്ഞ് ചിലർ ഭയന്നിരിക്കുമ്പോൾ ഇന്ന് രാത്രി ശൗര്യമുള്ള ചിലതിനെ ദൈവം ഇതിനകത്ത് എഴുന്നേൽപ്പിക്കുന്നു. ശൗര്യമുള്ള ചിലതിനെ ദൈവം ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കുന്നു. നീ എഴുന്നേറ്റാ ചിലത് വീഴോ, നീ എഴുന്നേറ്റാ ചിലത് തകരോ, നീ എഴുന്നേറ്റാ ചിലത് പൊളിയോ, നീ എഴുന്നേറ്റാ ചിലതിന്റെ അവസാനമാണ് അത്തിരി അഭിഷേകം. ആ ദൂത് ചിലരുമായിട്ട് കണക്ട് ആകുന്നുണ്ട്. ചിലരുടെ ശരീരവുമായി കണക്ട് ആകുന്നുണ്ട്. ചിലരുടെ ദേഹവുമായി കണക്ട് ആകുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കട്ടെ, സ്വീകരിക്കട്ടെ, സ്വീകരിക്കട്ടെ. അടുത്ത വാക്ക് ദൈവം എന്നോട് പറയുന്നു, അവനെ ചേട്ടന്മാര് കളിയാക്കി. അവൻ യുദ്ധക്കളത്തിൽ വന്നപ്പോഴത്തേക്കിന് അവന്റെ ചേട്ടന്മാര് പറഞ്ഞു, പോടാ വീട്ടിൽ എന്ന് പറഞ്ഞു. ചേട്ടന്മാർക്ക് വീട്ടിൽ അവന്റെ തലേ വീണത് എണ്ണയായിട്ടേ അറിയത്തുള്ളൂ. എന്നാൽ അവൻ അറിയാതെ എണ്ണയല്ല, എന്തിനെയോ പൊളിക്കുന്ന അഭിഷേകമാണ്. ഇന്ന് രാത്രി നിന്റെ അഭിഷേകം തിരിച്ചറിയാത്തവർ നിന്നെ കളിയാക്കും, പരിഹസിക്കോ, നിന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയൂ. എന്നാൽ അഭിഷേകത്തിൽ വിശ്വസിക്കുന്ന നീ ഒരത്ഭുതമായി മാറാൻ പോകുകയോ, ഒരത്ഭുതമായി മാറാൻ പോകുകയോ. സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിച്ചോണോ, പ്രതികരിക്കാൻ പറ്റുന്നവർ പ്രതികരിച്ചോണോ. എന്തുകൊണ്ടെന്നാൽ ഇന്ന് രാത്രി ചിലരുടെ മേലൊരു പുതിയ പുതപ്പ് വീഴും, ഒരു പുതുപുതപ്പ് വീഴോ. ഐ ഡോണ്ട് നോ, എനിക്കറിയത്തില്ല. ഒരു പുതുപുതപ്പ് വീഴോ. ആരുടെ മേലാണെന്ന് എനിക്കറിയത്തില്ല. പുതിയ പുതപ്പ് വീഴോ, പുതിയ പുതപ്പ് വീഴോ, പുതിയ പുതപ്പ് വീഴോ. യേശുവിൻ നാമത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ചിലരെ തൊടുന്നു, പരിശുദ്ധാത്മാവ് ചിലരെ നിയന്ത്രിക്കുന്നു, പരിശുദ്ധാത്മാവ് ചിലരെ സ്വാധീനിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഒരു പുതു പകർച്ച ചിലരുടെ ദേഹത്തേക്ക് ഇന്ന് ഈ രാത്രി ദൈവം അയച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ സ്വീകരിക്കുക, സ്വീകരിക്കുക, സ്വീകരിക്കുക.
Jala dara jala dara gala dara gantaredi rapta gara gara jala dera geri lepta kal mari antara smana settara adiyara തൊടുന്നു 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 ദൈവത്തിന്റെ അഭിഷേകം തൊടുന്നു ദൈവത്തിന്റെ തീ തൊടുന്നു ദൈവ സാന്നിധ്യം ചിലരുടെ മേൽ ഇറങ്ങി വരുന്നു ദൈവമഹത്വം ഇറങ്ങി വരുന്നു ദൈവമഹത്വം ഇറങ്ങി വരുന്നു നിന്നെ ഇളക്കി മറിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി ഇറങ്ങി വരുന്നു നിന്നെ ഒരു പോരാളിയാക്കി മാറ്റുന്ന അഭിഷേകം ഇറങ്ങി വരുന്നു നിന്നെ ഒരു യോദ്ധാവാക്കി മാറ്റുന്ന അഭിഷേകം ഇറങ്ങി വരുന്നു നിന്നെ ഒരു യോദ്ധാവാക്കി മാറ്റുന്ന അഭിഷേകം ഇറങ്ങി വരുന്നു പ്രതികരിക്ക് 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 ശക്തമായി പ്രതികരിക്ക് ശക്തമായി പ്രതികരിക്ക് ശക്തമായി പ്രതികരിക്ക് ദൈവത്തിന്റെ സാന്നിധ്യം സാന്നിധ്യം കർത്താവ് ചിലരെ തൊടുന്നു ശക്തമായി തൊടുന്നു എനിക്ക് കാണാം ചിലരുടെ മേൽ ഭയങ്കരമായി ദൈവമഹത്വം വരുന്നു ചിലരുടെ മേൽ ഭയങ്കരമായി ദൈവമഹത്വം വരുന്നു സാധാരണമായ ഒരു ദൈവമഹത്വം ഇന്ന് രാത്രി നിന്റെ ദേഹത്തേക്ക് വരുന്നു ആരൊക്കെയോ നിന്നെ വില കുറച്ച് കണ്ടു ആരൊക്കെയോ നിന്നെ പിന്തിരിപ്പിക്കാൻ നോക്കി ആരൊക്കെയോ നിനക്കെതിരെ എഴുന്നേറ്റു എന്നാൽ അതിനെ അവഗണിച്ചോടിക്കേറിയ നീ ഒരു ചരിത്രമാകുന്നു ആര മശാന്തര ഹൽബറ ഹസ്തര ജാല റബത്തര Shalma karma khasi andhara jala ratikal batakasmana settara adiyara legature jalasmana settara adiyara ഞാൻ കേൾക്കുന്നത് വിളിച്ചു പറയുന്നു കർത്താവിനോട് പറയുന്നു ഇന്ന് രാത്രി ദൈവം ചിലരെ ഒരു ചരിത്രമാക്കി മാറ്റോ ഒരു പുതിയ ചരിത്രം എഴുതുന്ന മിനിസ്ട്രി ചിലരുടെ കയ്യിൽ ദൈവം ഏൽപ്പിക്കാൻ പോകുകയാ ചിലരുടെ കയ്യിൽ ദൈവം ഏൽപ്പിക്കാൻ പോകുകയാ കമാൺ എത്ര പേർക്ക് അതിനെ സ്വീകരിക്കാൻ കഴിയോ Oh, hey, 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 ora sekele, retekele, retekele, retekele. Rabtakal marakasate kalbariantara letorokas mahalia rahasiantare ശൗലേ നീ ഇരുന്നിട്ട് തൊടാത്തതിനെ തൊടുന്ന ഒരു അഭിഷേകം വെളിപ്പെട്ടു വരികയാ ചിലര് നിന്നിട്ട് അടിക്കാത്തതിനെ അടിക്കുന്ന അഭിഷേകം ഈ രാത്രി വെളിപ്പെടുന്നു പ്രതികരിക്കാൻ പറ്റുന്നവർ 1-2 മിനിറ്റുകൾ അന്യഭാഷയിൽ പ്രതികരിക്കട്ടെ ഈ രാത്രി ചിലരുടെ ലൈഫ് തിരിയോ ഈ രാത്രി ചിലരുടെ മിനിസ്ട്രി തിരിയോ ഈ രാത്രി ചിലരുടെ അഭിഷേകം തിരിയോ ഇന്ന് രാത്രി നിന്നെ തിരിക്കുന്നത് എന്തോ നിന്റെ ദേഹത്ത് വന്നുകൊണ്ടിരിക്കുകയാ നിന്റെ ലൈഫിനെ തിരിക്കുന്ന രാജ്യങ്ങളെ തിരിക്കുന്ന ഏതോ ഒരു പുതിയ അഭിഷേകം നിന്റെ തലമേൽ വീഴുന്നു Oh. Shalgarabala Hastarajala Diara Lamtakal Mari Andara Jala Ratakalbari Andara Jala Rasmakalbori Andara Diara നീ ജ്ഞാനത്തിന്റെ പുറകിൽ അല്ല പോകുന്നത് നീ ആരുടെയോ അറിവിന്റെ പിറകെ അല്ല പോകുന്നത് നീ ആരുടെയോ വിമർശനങ്ങളുടെ പിറകെ അല്ല പോകുന്നത് നീ ആരൊക്കെയോ പരദൂഷണം പറഞ്ഞതിന്റെ പേരിൽ ഒതുങ്ങുന്നതല്ല നിന്റെ അഭിഷേകം വെളിപ്പെടാൻ പോകുകയാ നിന്റെ അഭിഷേകം വെളിപ്പെട്ടു വരാൻ പോകുകയാ Sata kala bara hasta lapta kalba rahasi andare jala ദൈവത്തിന്റെ അഭിഷിക്തൻ സുൽബാസ്രേ പാസ്റ്റർ പ്രവചിച്ചിട്ടത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഉറപ്പിക്കുകയാ സാന്നിധ്യം വിഹരിക്കുന്ന ചിലത് ഇതിനകത്ത് ഇന്ന് എഴുന്നേൽക്കുന്നു ദൈവനോട് പറയുന്നു ദൈവനോട് ശക്തമായി പറയുന്നു ചിലരെ കാണുമ്പോഴേ ദൈവമഹത്വം ഇറങ്ങി വരും ചിലർ നിൽക്കുമ്പോഴേ ദൈവമഹത്വം ഇറങ്ങി വരും ഇതിനകത്ത് അങ്ങനത്തെ ഒരു സ്പ്രെഡിങ് അനോയിന്റിങ് ഇതിനകത്തേക്ക് ചിലരുടെ ദേഹത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അതിനെ സ്വീകരിച്ചോണോ നീ വാ തുറക്കുമ്പോൾ നീ കാലെടുത്ത് വെക്കുമ്പോൾ അന്തരീക്ഷത്തെ ചേഞ്ച് ചെയ്യുന്ന ഒരു ഭയങ്കര ആത്മതലം ഇന്ന് രാത്രി തുറക്കുകയാ Come on!
Shalba Kara Handa Lata Kalvara Hastarajala Ratara Jalaba Ramtere Letoko Riantere Lesma Harbi Antara Jala Lekos Mahali Antara Jala Re Shekel Bori Antere. ഭയങ്കര പകർച്ച നടക്കുന്നു. ശക്തമായി ചിലരെ ദൈവം തൊടുന്നു. ദയവായിട്ട് അടുത്ത് നിൽക്കുന്നവരെ നോക്കണ്ട, ചുറ്റുപാടുകളെ നോക്കണ്ട. ഒത്തിരി എണ്ണത്തെ തൊടുന്നു, ഒത്തിരി പേരെ തൊടുന്നു. ഒരു ഭയങ്കര പകർച്ച നടക്കുന്നു. നിന്റെ ദേഹത്തിന് വഹിക്കാൻ പറ്റാത്തതിലോ അപ്പുറമായ ദൈവമഹത്വം ഇന്ന് രാത്രി നിന്നെ പൊതിയോ. ഈ രാത്രി നിന്നെ പൊതിയോ. ദൈവമഹത്വം എന്താന്ന് നീ അറിയാൻ പോകുകയാ. ദൈവമഹത്വം എന്താന്ന് ശരിക്കറിയാൻ പോകുകയാ. നിന്നെ പറപ്പിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ വ്യാപരിച്ചിറങ്ങുന്നു. Salba rekal bara hastara Jal bar handere letu kalmara hastana jana repta kalmani antara letu korgas mahalbori antara ആരൊക്കെയോ പറഞ്ഞ വാക്ക് കേട്ട് പിന്മാറി പോകുകയായിരുന്നെങ്കിൽ, പിറകോട്ട് പോകുകയായിരുന്നെങ്കിൽ ഇങ്ങനൊരു ചരിത്രം ഉണ്ടാകത്തില്ലായിരുന്നു. ഇന്ന് രാത്രി കർത്താവിനോട് പറയുന്നു, ആരോ വായടപ്പിക്കാൻ നോക്കി, ആരോ ആത്മീക ശുശ്രൂഷകൾക്കെതിരായി നിന്നു. അത് കേട്ടിട്ട് പുറകോട്ട് പോകുകയായിരുന്നെങ്കിൽ ഇങ്ങനൊരു ചരിത്രം ഉണ്ടാകത്തില്ലായിരുന്നു. അവനത് കേട്ടു, അവനത് പുറകിലേക്ക് വിട്ടു, അവന്റെ കാലെടുത്ത് മുമ്പോട്ട് വെച്ചു. എന്താ കാര്യം? അടുത്തൊരു പുതിയ ചരിത്രം ഉണ്ടാകുന്നു. ഇന്ന് രാത്രി ചിലരോട് കർത്താവ് പറയുന്നു, ആ താഴെ ഇരിക്കുന്ന മുട്ടുകുത്തിയിരിക്കുന്ന ആ ദൈവദാസനെ പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാ. കണ്ണാടി വെച്ച പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാ. ദൈവം നിന്നെ തെളിയിക്കാൻ പോകുകയാ. ദൈവം നിന്നെ തെളിയിക്കാൻ പോകുകയാ. ദൈവം നിന്നെ വെളിപ്പെടുത്താൻ പോകുകയാ. നിന്റെ അകത്തൊരു ഭയങ്കര പ്രവാചക അഭിഷേകം കിടപ്പുണ്ട്. ഇന്ന് രാത്രി അവൻ പുറത്തു ചാടും. അധികാരമുള്ള ഒരു പ്രവാചകൻ നിന്റെ അകത്തുണ്ട്. അവൻ പുറത്തു ചാടും. ഇന്ന് രാത്രി അന്യഭാഷയിലുള്ളവർ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുക. അന്തരീക്ഷം പരിശുദ്ധാത്മാവ് ഈ രാത്രി ഏറ്റെടുക്കുന്നു. പേടിക്കുന്ന പതിനായിരക്കണക്കിന് ഭടന്മാർ, പേടിക്കുന്ന പതിനായിരക്കണക്കിന് ആയുധധാരികൾ, പേടിക്കുന്ന പതിനായിരക്കണക്കിന് യുദ്ധപരിചയ സമ്പന്നരായ ആളുകൾ നിൽക്കുമ്പോൾ ഒരു യുദ്ധപരിചയ സമ്പന്നനല്ലാത്ത ഒരു സാധാരണ ചെറുപ്പക്കാരൻ അഭിഷേകം മാത്രം കൈമുതലാക്കിക്കൊണ്ട് അവൻ രംഗത്ത് നിൽക്കുകയാ. ഇന്ന് രാത്രി ഞാൻ പറയാ, പരിചയ സമ്പന്നതയെ പൊട്ടിക്കുന്നത് അഭിഷേകം, യുദ്ധതലങ്ങളെ പൊട്ടിക്കുന്നത് അഭിഷേകം, യുദ്ധമുറകളെ പൊട്ടിക്കുന്നത് അഭിഷേകം, എല്ലാത്തിന്റെ മുകളിൽ നിൽക്കുന്നത് അഭിഷേകം. ഒന്ന് കൈ ഉയർത്തി ഒന്ന് രാമൻ പറഞ്ഞേ. സെന്റൻസ് തിരിച്ചു പറയാ. ആരെങ്കിലും പറയുന്നത് കേട്ട് അഭിഷേകമുള്ളവൻ തിരിയരുത്. ഞങ്ങൾക്കൊക്കെ യുദ്ധക്കളത്തിൽ നിന്ന് പരിചയമുള്ളതാണ്. ഒരു ശത്രുവിനെയൊക്കെ നേരിടാൻ പോകുമ്പോൾ ഇങ്ങനെയൊന്നും വന്ന് നിൽക്കരുത്. നിനക്കതിനുള്ള പ്രായവും പക്വതയൊന്നും ആയിട്ടില്ല. നീ അതിന് ഏബിളായിട്ടില്ല. നിന്നെ ഏൽപ്പിച്ച ജോലി കാട്ടിപ്പോയി ചെയ് എന്ന് പറയുന്ന വേദനിപ്പിക്കുന്ന വാക്കിൻ്റെ മുമ്പിൽ ദാവീദ് പുറകോട്ട് പോയിരുന്നെങ്കിൽ ഗോലിയാത്ത് വീഴത്തുമില്ലായിരുന്നു, ഇസ്രായേൽ പുനഃസ്ഥാപനം നടക്കത്തുമില്ലായിരുന്നു. കർത്താവ് ഇന്ന് രാത്രി ശക്തമായി പറയുന്നു, കേൾക്കുന്നവർ ആമേൻ പറഞ്ഞോണം. പിന്തിരിയാൻ വേണ്ടിയുള്ള വിളിയല്ല നമ്മുടെ വിളി. കേൾക്കുന്നവരുണ്ടോ? നിന്റെ ദേഹത്തുള്ളൊരു അഭിഷേകം നിനക്ക് പേടിയായിരിക്കും, പക്ഷെ അഭിഷേകത്തിനൊരു പേടിയില്ല. കേൾക്കുന്ന എത്ര പേർക്ക് ആമേൻ പറയാ? നിനക്ക് ചിലതിനെ ഭയമായിരിക്കാം, പക്ഷെ അഭിഷേകത്തിനൊരു ഭയമില്ല. അത് നിന്നെ ധൈര്യവാനാക്കി മാറ്റും.
ഒരു സെൻറ്റൻസ് പറയാൻ കർത്താവ് എന്നെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നു. ഇൻസ്റ്റൻ്റ് ആകട്ടോ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യുദ്ധക്കളത്തിൽ വന്നപ്പോൾ ഇവനോട് ഇപ്പോൾ പറയുക, യുദ്ധക്കളത്തിൽ വന്നപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം. ഇത്രയും നേരം ഇസ്രായേലും ഫെലിസ്തീനും തമ്മിലായിരുന്നു യുദ്ധം. ഇപ്പം മുതൽ ഞാനും ഫെലിസ്തീനും തമ്മിലായി യുദ്ധം. രംഗം മാറുക, രംഗം മാറുക, രംഗം മാറുക. നീ ഒരു 17കാരനായിട്ട് ആളുകൾക്ക് തോന്നുന്നത്. ഞാനൊരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. ഒരു കസേരയിൽ ഒരു 17കാരനെയൊക്കെ പിടിച്ചിരുത്തി രാജാവാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ടു ഇമ്പോസിബിൾ. അത് ഭയങ്കര പ്രയാസം നിറഞ്ഞൊരു കാര്യം. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവനെപ്പോലെ ഒരാളെ അംഗീകരിക്കാൻ തന്നെ രാജ്യത്തിന് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഈ പുള്ളിക്കാരനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. രാജസിംഹാസനത്തിൽ കയറിയിരിക്കുമ്പോൾ പുള്ളിക്കാരൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാനിവിടെ ഇരിക്കുന്നേ ഉള്ളൂ, ഭരിക്കുന്നത് മൊത്തം ദൈവമായിരിക്കും. ഒരു സ്തോത്രം പറയാമോ? ഏതൊരു ശുശ്രൂഷകൻ്റെ മനസ്സിൽ ഈ ധാരണ ഉണ്ടാകണം. കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരു ആമേൻ പറ. ഞാൻ നിൽക്കും, ശുശ്രൂഷിക്കുന്നത് ദൈവമായിരിക്കും. ഞാൻ പോകും, ശുശ്രൂഷിക്കുന്നത് ദൈവമായിരിക്കും. അവൻ വന്നപ്പോൾ യുദ്ധം തിരിഞ്ഞു, യുദ്ധത്തിൻ്റെ തലം തിരിഞ്ഞു. ദൈവവും ഫെലിസ്തീനും തമ്മിലായി യുദ്ധം. യുദ്ധത്തിൽ ഫെലിസ്തീൻ വീണു. രാജ്യം അവനെ രാജകീയമായ രീതിയിൽ ഉൾക്കൊണ്ടു. ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായി ജയഭേരി മുഴക്കാൻ തുടങ്ങി. രാജകീയമായ പ്രതലത്തിൽ ദാവീദ് ഉണ്ടാക്കിയെടുത്ത ജയങ്ങൾ തികച്ചും വ്യത്യസ്തമായ ജയങ്ങളായിരുന്നു. ദാവീദിൻ്റെ ഭാഗങ്ങൾ പഠിച്ചാൽ നമുക്ക് ഉത്സാഹം തോന്നും. അഭിഷേകത്തിനൊരു ചെറിയ ചെറുപ്പക്കാരനെ ഇത്രയും വലുതാക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരോട് പറയാം, അഭിഷേകം ഒരു ചെറിയ സംഭവമല്ല. വീണതിനെ, അതിൻ്റെ വില, അതിൻ്റെ മഹത്വം മനസ്സിലാക്കണം. അത് നഷ്ടപ്പെട്ടു പോകാൻ ഒരിക്കലും അനുവദിക്കരുത്. എല്ലാവർക്കും കിട്ടാത്തത് നിനക്ക് കിട്ടുമ്പോൾ അതിനെ പൊതിഞ്ഞു സൂക്ഷിച്ചോളാം. കേൾക്കുന്നവരുണ്ടെങ്കിൽ നന്നായിട്ട് ആമേൻ പറ. ദാവീദിന് ശേഷമായിട്ട് അടുത്ത രാജാവ് രംഗത്ത് വന്നു. ശലോമോൻ രംഗത്ത് വരുന്നു. ശലോമോന് ശേഷമായിട്ട്, ശലോമോന് ഭയങ്കര ജ്ഞാനമാണ്, സാധാരണമായ ജ്ഞാനമുള്ള ഒരു രാജാവായിട്ട് അവൻ പുറത്തു വരുന്നു. ഈ ചൂടെ കഴിഞ്ഞപ്പോൾ രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുന്നു. യഹൂദയെന്നും ഇസ്രായേലെന്നും 2 രാജ്യങ്ങളായി വേർതിരിഞ്ഞ് 20ഉം 19ഉം 39ഉം 42 രാജാക്കന്മാർ ഈ ഇസ്രായേലിനെ അടക്കി ഭരിക്കുകയാണ്. 2 ഗോത്രങ്ങളെ, 2 ഗോത്രവും 10 ഗോത്രവുമായിട്ട് വേർതിരിച്ച് ഭരിക്കുന്നു. അങ്ങനെ ഈ 42 രാജാക്കന്മാരുടെ ഭരണകാലഘട്ടത്തിൽ അവരെ തിരുത്തേണ്ടതിനും ദൈവിക ഇടപാടുകളിലേക്ക് രാജ്യത്തെ നിയന്ത്രിക്കേണ്ടതിനും രാജാവിൻ്റെ സ്വഭാവങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവനെ അടിച്ച് തിരിക്കാൻ വേണ്ടി ദൈവമെടുത്ത ചൂരവടിയാണ് പ്രവാചകന്മാർ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പ്രവാചകന്മാർക്ക് അത്ര കണ്ട് പ്രാധാന്യം പുസ്തകം നൽകുന്നതുകൊണ്ട് പ്രവചന ശുശ്രൂഷ ഒരു സാധാരണ തലമല്ല. പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത് ഗൗരവമായി കൈകാര്യം ചെയ്യേണ്ടതും ദൈവിക വിശ്വസ്തയോടുകൂടി അതിനെ ഭംഗിയായി സൂക്ഷിക്കേണ്ടതുമാണ്. പ്രവചനം കിട്ടി എന്ന് പറഞ്ഞതുകൊണ്ട് പ്രവചനമില്ലാത്ത ഒരു കാര്യം പ്രവചനമായി പറയുന്നത് തെറ്റായ കാര്യമാണ്. ഒന്നുകൂടി ഞാൻ ആ വാക്ക് പറയാം. ദൈവം ഇടപെടാത്ത കാര്യം ദൈവം ഇടപെട്ടെന്ന് പറയരുത്. കേൾക്കുന്നവരുണ്ടെങ്കിൽ രാമൻ പറ. കാര്യം പ്രവചനത്തിന് ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യതയുടെ വലിപ്പമുണ്ട്. ദൈവം എന്തു പറയുന്നു അത് പറയാൻ വേണ്ടിയാണ് പ്രവാചകരെ പരിശുദ്ധാത്മാവ് പൊതുവെ നിയമിക്കാറുള്ളത്. പ്രവാചക ശുശ്രൂഷയിൽ പൊതുവെ ആളുകൾ പ്രാർത്ഥിക്കുമ്പോഴും ആഗ്രഹിക്കുമ്പോഴും പ്രത്യേകിച്ച് ഇതുപോലത്തെ ഫാസ്റ്റിംഗ് പ്രയറുകളൊക്കെ പ്രവചന ശുശ്രൂഷകൾ വല്ലാതെ വാഞ്ചിക്കാറുണ്ട്. ഈ പ്രവചന ശുശ്രൂഷകൾ വാഞ്ചിക്കുമ്പോൾ മിക്കവരും ഒരു ഇമിറ്റേറ്റഡ് പ്രവചന പ്രൊഫസിയുടെ ശുശ്രൂഷകൾ കൊതിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി ആളുകൾ എന്നോട് അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാസ്റ്ററെ, എനിക്കും കൂടെ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, പേരൊക്കെ പറയാൻ വേണ്ടിയുള്ള കൃപാവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ തിരിച്ചു പറയാറുണ്ട്, എനിക്കിതുവരെ അത് വെളിപ്പെട്ടിട്ടില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ആ ഷാജു പാസ്റ്ററോട് അടുത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറയും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരിക്കലും ഈ ശുശ്രൂഷ കിട്ടാൻ പ്രാർത്ഥിക്കത്തില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ, നിങ്ങളെ ഇപ്പോൾ പോകുന്ന രീതിയിൽ പോയാൽ മതി. ഒരു സ്തോത്രം പറയാം. നോക്കുക, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്, അദ്ദേഹം പേര് വിളിക്കുന്നു, ദൂത് പറയുന്നു, ആലോചന പറയുന്നു. പ്രവചന ശുശ്രൂഷയിൽ പൊതുവെ കണ്ടുവരുന്നത് പ്രവാചകൻ വന്നാൽ ദൂത് കേൾക്കാം എന്നുള്ളതാണ്. ആണോ? നന്നായിട്ട് ഹാല്യ പറ. പ്രവാചക ശുശ്രൂഷയുള്ള ഒരാൾ വരുമ്പോൾ ആളുകൾ എന്തിനടുത്ത് വരുന്നതെന്നറിയാമോ? ഒരു ദൂത് കേട്ടാൽ കൊള്ളാം. ഫ്യൂച്ചറിനെ കുറിച്ച് അറിയാൻ ആർക്കും ആഗ്രഹമില്ലാത്തത്. അതുകൊണ്ട് പൊതുവെ ദൂത് കേൾക്കാൻ വേണ്ടി ആളുകൾ വരാറുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ഇവർ കൈകാര്യം ചെയ്ത പ്രവചനതലം അങ്ങനത്തെ ഒരു പ്രവചനതലമല്ല. പ്രവചനത്തിനകത്ത് ദൂതുണ്ട്,
ആലോചനയുണ്ട്. ഭാവി കാലത്തെക്കുറിച്ചും ഭൂതകാലത്തെക്കുറിച്ചും വർത്തമാനകാലത്തെക്കുറിച്ചുമുള്ള വ്യക്തമായ വെളിപ്പെടുത്തലുകൾ പ്രവചന ശുശ്രൂഷയിലുണ്ടെങ്കിലും പ്രവചന ശുശ്രൂഷയെ ദൂതിൽ ചെറുതാക്കരുത്. ആമേൻ. പ്രവചന ശുശ്രൂഷയെ ദൂത് പറയുന്നു എന്ന ഭാഗത്ത് ചെറുതാക്കരുത്. പ്രവചന ശുശ്രൂഷയ്ക്കകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളുമുണ്ട്. പ്രവചന ശുശ്രൂഷ ഇച്ചിരുടെ ഡെപ്തായി പഠിച്ചാൽ, അത് ആധികാരിക തലങ്ങളിൽ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുവരെ പ്രവാചക ശുശ്രൂഷയെക്കുറിച്ച് പഠിക്കാത്തതും ചിന്തിക്കാത്തതുമായ പ്രതലങ്ങൾ തുറന്നു വരും. ഇന്ന് രാത്രി കർത്താവിനോട് പറയുന്നു, അങ്ങനത്തെ ഒരു മേഖല ചർച്ചിനകത്ത് ദൈവം ചിലർക്ക് വേണ്ടി തുറക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ശ്രദ്ധിച്ച് കേട്ട് ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചോണം. പ്രവാചകനായിരിക്കുന്ന ഏലിയാവിനെ ദൈവം രംഗത്തെടുക്കുന്നു. ഏലിയാവ് ചെയ്ത ശുശ്രൂഷകളെല്ലാം തന്നെ നമുക്കറിയാം. അദ്ദേഹം വാ തുറന്നാൽ ആഹാബിന് പേടിയാ. ആഹാബ് പറയും, നീ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം വാ തുറന്നാൽ എന്തെങ്കിലും അടയും, വാ തുറന്നാൽ എന്തെങ്കിലും തുറക്കും. സ്തോത്രം പറഞ്ഞാട്ടെ. പ്രവാചകനെ കാണുമ്പോൾ രാജാവിന് വരെ പേടിയാ. പ്രവാചകൻ എന്താ പറയുന്നത് എന്നത് അവന് ഭയമാണ്. അവൻ വാ തുറന്നാൽ ഉറപ്പായിട്ടും സംഭവിക്കും. തൊട്ടടുത്തിരിക്കുന്ന ആളോട് പറ, നീ പറഞ്ഞാൽ സംഭവിക്കുമെന്ന് പറ. നീ പറഞ്ഞാൽ സംഭവിക്കും, നീ പറഞ്ഞാൽ സംഭവിക്കും. പ്രവാചകനെ ഒരു പേടി ആളുകൾക്കുണ്ടാവും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രോഫറ്റ് വരുന്നെന്ന് പറയുമ്പോഴത്തേക്കിന് ചില ആളുകൾ, പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, ഉള്ള പാപങ്ങളെല്ലാം ഏറ്റുപറയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞിട്ട് കർത്താവെ ഒന്നും വെളിപ്പെടുത്തല്ലേ എന്നും പറഞ്ഞുകൊണ്ട് രക്തത്താൽ എത്ര പ്രാവശ്യം കഴുകിയായിരിക്കും എന്നറിയോ പ്രാർത്ഥിക്കാൻ വരുന്നത്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. നോക്കൂ, പ്രവാചകൻ എന്ന് കേട്ടാൽ ഭയമുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് പുസ്തകത്തിലെ ഒരു റിയൽ പ്രോഫറ്റിൻ്റെ പ്രത്യേകത. അവനെ കാണുമ്പോൾ തന്നെ ഒരു ഭയം ഉണ്ടാവും. അവനിൽ നിൽക്കുന്ന അഭിഷേകം അത്തിരി അഭിഷേകമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, പൈശാചിക സിംഹാസനങ്ങളെ സ്നേഹിക്കുന്നവനും സേവിക്കുന്നവനും മാത്രമല്ല, ദൈവത്തെ ആരാധിക്കുന്നവന് വരെ അവനെ ഭയമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒന്നുകൂടി പറയാം, ഇച്ചിരി ഗൗരവമായി പറഞ്ഞാൽ, അവൻ്റെ നാവ് പിഴയ്ക്കത്തില്ല. കേൾക്കുന്നവർ ഇതിനിപ്പോൾ ആമേൻ പറഞ്ഞാൽ മതി. അവൻ്റെ നാവ് പിഴയ്ക്കത്തില്ല. അവൻ വന്ന് നിൽക്കുന്നത് അവനായിട്ടല്ല, ദൈവത്തിന് പകരക്കാരനായിട്ടാണ്. ഇന്ന് ഈ ഹോളിനകത്ത് ദൈവത്തിൻ്റെ കണ്ണ് അന്വേഷിക്കുന്നു. തനിക്ക് പകരക്കാരായി നിൽക്കാൻ പറ്റുന്ന ചിലരുണ്ടോ എന്ന് ദൈവത്തിൻ്റെ കണ്ണ് അന്വേഷിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രി ഓൾറെഡി ചിലരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ ദൂത് അവരുടെ തലയെ കൊണ്ട് ദൈവത്തിൻ്റെ ദൂതന്മാർ പതിപ്പിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഈ പട്ടണത്തിന് അത് ആവശ്യമുണ്ട്. ഈ ബാംഗ്ലൂരിന് മാത്രമല്ല, കർണാടകയ്ക്ക് അതിനാവശ്യമുണ്ട്, ഇന്ത്യക്ക് അതിനാവശ്യമുണ്ട്. അങ്ങനെ ചിലരെ ദൈവം ഇന്ന് രാത്രി വേർതിരിക്കുന്നത് ആത്മാവിൽ തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ കർത്താവിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുക. ശക്തിയോടെ കർത്താവിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുക. മഹത്വം കൊടുക്കുക. മഹത്വം കൊടുക്കുക. അവൻ വന്ന് നിൽക്കുമ്പോൾ, അവൻ വാ തുറക്കുമ്പോൾ ഭയപ്പെടത്തക്ക നിലയിലുള്ള ദൈവത്തിന് പകരക്കാരനായ ഒരു റോള് കൈകാര്യം ചെയ്യാൻ പ്രവാചക ശുശ്രൂഷയിൽ ഒരു പദവി കിടപ്പുണ്ടെങ്കിൽ ആ പദവി ദൈവം ചിലരെ അലങ്കരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി കർത്താവ് ചിലരെ തൊട്ടിട്ടിടപെടുകയാണ്. ആ പദവിയിലേക്കുള്ള ഒരു ഇൻവിറ്റേഷൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വരികയാണ്. യേശുവിൻ നാമത്തിൽ എത്ര പേർക്ക് അതിനെ സ്വീകരിക്കാൻ കഴിയുന്നു? കർത്താവ് ഒരു ഭയങ്കരമായ ഒരു നിയോഗം ഈ ദൂതിലൂടെ ചിലരുടെ മേൽ കൈമാറുന്നു. എനിക്ക് വേണ്ട രഞ്ജിത്തിനെ എനിക്ക് വേണ്ട, ഒരു പ്രസംഗകനായ രഞ്ജിത്തിനെ എനിക്ക് വേണ്ട, എനിക്ക് പകരക്കാരനായി നിൽക്കാൻ പറ്റുന്ന ഒരു രഞ്ജിത്തിനെ എനിക്ക് ആവശ്യമുണ്ട്. ഇന്ന് രാത്രി ചിലരെ നോക്കി കർത്താവ് പ്രവചിക്കുന്നു, എനിക്ക് പകരം നിൽക്കാൻ നീ റെഡിയാണോ? ഉള്ളിൽ ചിലരുടെ ഉള്ളിൽ കത്തൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് ആത്മാവ് എന്നെ ബോധ്യമാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ സെന്റൻസിൽ കയറി തൊടുന്നത് എൻ്റെ ഇഷ്ടത്തിലല്ല, ദൈവാത്മ നിയോഗിതമായിട്ടാണ് തൊടുന്നത്. എനിക്കറിയാം ഇന്ന് രാത്രി ഒരു പ്രൊഫറ്റിക്കൽ കൈമാറ്റം ഇതിനകത്ത് നടക്കും. 100% ദൈവാധികാരമുള്ള പ്രവാചകന്മാർ ഇന്ന് രാത്രി ഇതിനകത്ത് എഴുന്നേറ്റ് വരും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അതിനുവേണ്ടി റെഡി ആയിക്കോ.
കൃപാധര ജലാധരം ജാലബന്ധരാധിയാര ലത്തിക്കൽബോരിയാന്തര സ്മാന സറ്റരാധിയാര. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. കമാൺ കമാൺ കമാൺ. യേശുവേ നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. യേശുവേ നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. ഇപ്പൊ തന്നെ കർത്താവ് ചിലരെ ധ്യാനം ചെയ്യുന്നു. ദൈവത്തിന് പകരക്കാർ ഈ രാത്രി എഴുന്നേൽക്കുന്നു. അങ്ങനത്തെ ഒരു പുതപ്പ് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ചിലരുടെ മേൽ വീഴുന്നു. വിശ്വസിക്കുന്ന ചിലരുടെ മേൽ വീഴുന്നു. വാചലിപ്പിച്ച അന്യഭാഷകളിൽ അതിനോട് പ്രതികരിക്കുക. ജലാധര ജലാധര ജാലത്തര റംസക്കൽബോരി ആന്തസ്മാന സെറ്റരാധിയാര ലക്രക്കാര ഗാരക്കേരി ആന്തസ്മാന സെറ്റരാധിയാര ലഗജുര ദരഗദര വൈഡബ സറ്റരാധിയാര ലത്തോരി അന്തരം ജാലബന്ധരാധിയാര. യേശുവിന്റെ നാമത്തിൽ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ കർത്താവ് എന്നെ നിർബന്ധിക്കുന്നു. അന്യഭാഷയിൽ തുടരുക. ഒരു പതിപ്പീര് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പതിപ്പീര് നടന്നുകൊണ്ടിരിക്കുന്നു. എന്റെ കൈവെപ്പിനാൽ ആവണമെന്നില്ല. ഇന്ന് രാത്രി ആത്മാവ് ചിലരെ നേരിട്ട് തൊടുന്നു. ആത്മാവ് ചിലരെ നേരിട്ട് സ്പർശിക്കുന്നു. ആത്മാവ് ചിലരെ നേരിട്ട് തൊടുന്നു. ആത്മാവിന്റെ കൈ ചിലരുടെ മേൽ നേരിട്ട് വരുന്നു. ഒരു പുതിയ പ്രവാചക പുതപ്പ് ഈ രാത്രി ചിലരുടെ മേൽ വീഴുന്നു. ശക്തിയോടെ തൊടട്ടെ 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 തൊടട്ടെ. ആ മഹത്വം തൊടട്ടെ. ആ മഹത്വം തൊടട്ടെ. ആ മഹത്വം തൊടട്ടെ. മഹത്വം തൊടട്ടെ. നിന്റെ അസ്ഥിക്ക് തീ പിടിക്കുന്നു. നിന്റെ നാവിന് തീ പിടിക്കുന്നു. നിന്റെ ഉള്ളിൽ നിന്ന് ദൂത് പുറത്തോട്ട് തള്ളി വരുന്നത് പോലെ, ദൂത് പുറത്തോട്ട് പുറപ്പെടുന്നത് പോലെ ഒരു പ്രൊഫറ്റിക്കൽ തീ ഇന്ന് രാത്രി ചിലരുടെ മേൽ വ്യാപരിക്കുന്നു. ഒരു പ്രൊഫറ്റിക്കൽ അനോയിന്റിംഗ്. ലമാന ഹന്തരാദ രംജലാദി ആര ജാല ബന്ധരാദി ലഗത്തുരാ ജലത്തരാ ധീരഗഞ്ചലാദി ആര റംധകാല മന്ധരാദി ആര ജാല ബന്ധരാദി ആര റസത കൽബാരി അന്തര ലെത്തോകോരി അന്തരം ജാല ബന്ധരാദി ആര. ഒരു കുഞ്ഞുങ്ങളും അറിയാതെ ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു പ്രതലത്തിൽ നിന്ന് നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ഒരു കുഞ്ഞുങ്ങൾക്കും അറിയാത്ത പ്രാർത്ഥനാ മുറിക്കകത്തിന്ന് നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ദീർഘനാളായിട്ടുള്ള നിന്റെ ആഗ്രഹങ്ങളുടെ പരിണാമം എന്ന് വന്നോ ഇതാ നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ദൈവത്തിന് പകരക്കാരനായി നിന്നെ ഒരു കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഒരു നിന്റെ നാട്ടുകാർക്ക് പോലും നിന്നെ അറിയത്തില്ലായിരുന്നു. എന്തിനാ നിന്റെ വീട്ടിലുള്ളവർക്ക് പോലും നിന്നെ ശരിക്കും അറിയത്തില്ലായിരുന്നു. ദൈവം പറയുന്നു, ഏലിയാവേ നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കുകയാ. നിന്നെ ഞാൻ രാജ്യത്ത് അറിയപ്പെട്ടവനായിട്ട് എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. രാജ്യത്ത് നിന്റെ പേര് ഞാൻ വെളിപ്പെടുത്താൻ പോകുകയാ. ഇന്ന് രാത്രി കർത്താവ് ചിലരോട് പ്രവചിച്ചു പറയുന്നു, ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാത്ത നിന്റെ പ്രവചന ശുശ്രൂഷ പരിധികളെ ഭേദിക്കുന്ന ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് അറിയപ്പെടുന്ന പ്രൊഫറ്റിക്കൽ അനോയിന്റിംഗ് ചിലരുടെ മേൽ വീഴുന്നു.
ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ദൈവം എന്തോ ചെയ്യാൻ പോകുന്നു, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാ. ആരുടെയോ സെലക്ഷൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ മേൽ ഇന്ന് രാത്രി ഒരു പുതുനിയോഗത്തിന്റെ പുതപ്പ് വീഴുമെന്ന് പിന്നെയും 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 എന്നെ കൊണ്ട് ആത്മാവ് പറയിപ്പിക്കുന്നത് അവരുടെ മേൽ ആ സെലക്ഷൻ നടന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ബേഥേലിനകത്ത് നിന്ന് ഏലിയാവുമാർ എഴുന്നേൽക്കുകയാണ്. ഈ രാത്രി കേൾക്കുന്ന എത്ര പേർക്ക് അതിനെ സ്വീകരിക്കാം? നിനക്കെതിരെ പറഞ്ഞാൽ വിവരമറിയുന്ന ഒരു അഭിഷേകം. നീ വാ തുറന്ന ചിലർ വിവരം അറിയും. അത്തിരൊരു അഭിഷേകം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ പകരാൻ പോകുകയാണ്. കേൾക്കുന്നവരുണ്ടെങ്കിൽ അതിന് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. 10 പേരെ നിരത്തിയിരുത്തി ദൂത് പറയുന്ന ശുശ്രൂഷകരുണ്ടെങ്കിൽ അതവർ ചെയ്തോട്ടെ. നോർമൽ, തെറ്റല്ലത്. പക്ഷെ ഇച്ചിരൂടെ ആധികാരികമായൊരു തലം, നീ അതിന്റെ അപ്പുറത്തോട്ട് കയറാൻ പോകുക. നിന്നെ അതിന്റെ അപ്പുറത്തോട്ട് ലിഫ്റ്റ് ചെയ്യാൻ പോകുക. മരണത്തെ വരെ ബ്രേക്ക് ചെയ്യുന്ന കേൾക്കുന്നവരുണ്ടോ? യേശുവിൻ നാമത്തിൽ പ്രവചിച്ച് പാരമ്പര്യങ്ങളെ പൊട്ടിക്കുന്ന, പ്രവചിച്ച് കാലാവസ്ഥകളെ തിരിക്കുന്ന, പ്രവചിച്ച് സാഹചര്യങ്ങളെ തിരിക്കുന്ന, പ്രവചിച്ച് അന്തരീക്ഷത്തെ മാറ്റുന്ന അങ്ങനത്തെ ഒരു അഭിഷേകം സ്വീകരിച്ചോ, 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 സ്വീകരിച്ചോ. അതിന്ന് രാത്രി പതിയുകയാ, അതിന്ന് രാത്രി പതിയുകയാ, 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 പതിയുകയാ. പതിയുന്നു, 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 പതിയുന്നു. കർത്താവിനോട് ശക്തമായി പറയുന്നു, അങ്ങനത്തെ ഒരു പ്രവാചക അധികാരം ഇന്ന് രാത്രി ചിലർക്ക് ദൈവം ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഒത്തിരി പേരുടെ മേൽ അത് വീഴും, ഒത്തിരി പേരുടെ മേൽ അത് പതിയും. മെസ്സേജ് ഇല്ലാഞ്ഞിട്ടല്ല, വചന വ്യാഖ്യാനം അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല, അടുത്ത സെന്റൻസിലേക്ക് പോകാനായിട്ട് ഒരു നിയോഗം വരുന്നില്ല. കർത്താവ് എന്നോട് പറയുന്നു, ഇത് പതിക്കും ചിലരുടെ മേൽ, ഇത് ഇന്ന് രാത്രി പതിയും ചിലതിന്റെ മേൽ, ഇത് ഇന്ന് രാത്രി പതിയും ചിലരുടെ മേൽ. ഏലിയാവിനെ നിങ്ങൾ 1000 പ്രാവശ്യം കേട്ടിട്ടുള്ളതാ, ഏലിയാവിനെ കുറിച്ചുള്ള പ്രസംഗം നിങ്ങൾ 10,000 പ്രാവശ്യം കേട്ടിട്ടുള്ളതാ. എന്നാൽ ഇന്ന് രാത്രി ഏലിയാവിൽ വീണ അധികാരം നിന്റെ ദേഹത്തേക്ക് വരികയാ, നിന്റെ ശരീരത്തിലേക്ക് വരികയാ. Come on church. ഇന്ന് രാത്രി നീ റെഡിയാണെങ്കിൽ, ഈ രാത്രി നീ റെഡിയാണെങ്കിൽ, ഇത് നിന്റെ മേൽ ഇപ്പോ തുറക്കാൻ പോവുക. നിന്റെ മേൽ ഭയങ്കരമായി തുറക്കാൻ പോകുകയാ, നിന്റെ മേൽ ഭയങ്കരമായി തുറക്കാൻ പോകുകയാ, നിന്റെ മേൽ ഭയങ്കരമായി തുറക്കാൻ പോകുകയാ. നിന്റെ സീസൺ ഇന്ന് രാത്രി മുതൽ ഇതിനകത്ത് ആരംഭിക്കുകയാ. നീ ഒരു നോർമൽ പ്രോഫറ്റ് അല്ല. ഒറ്റ പ്രവചനം കൊണ്ട് ലോകം മുഴുവനും അറിയപ്പെടുന്നവനായി ദൈവം നിന്നെ മാറ്റാൻ പോകുകയാ. അങ്ങനത്തെ ഒരു പുതപ്പ് ഇന്ന് രാത്രി നിന്റെ ശിരസിലോട്ട് പതിയട്ടെ, ശിരസിലോട്ട് പതിയട്ടെ. നിന്റെ ശിരസിലോട്ട് പോകല്ല, നിന്റെ ശിരസിലോട്ട് പതിയട്ടെ. ദൈവം, എനിക്കവിടെ പേരെനിക്കറിയത്തില്ല, ഇദ്ദേഹത്തിന്റെ ഒരു കാര്യങ്ങളും എനിക്കറിയത്തില്ല. പക്ഷെങ്കിൽ ഇദ്ദേഹം ബേഥേലിനൊരു അഭിമാനമായിരിക്കും. തമ്പുരാൻ എന്നോട് അങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. ഇദ്ദേഹത്തിന്റെ കരത്തിന്റെ കീഴിൽ മരിച്ചവർ ഉയർക്കോ, ഇദ്ദേഹത്തിന്റെ കരത്തിന്റെ കീഴിൽ രോഗികൾ സൗഖ്യമാകോ. ഇദ്ദേഹത്തിന്റെ മേൽ അങ്ങനത്തെ ഒരു സൂപ്പർ നാച്ചുറൽ അധികാരം ഇന്ന് രാത്രി വീഴുമെന്ന് കർത്താവ് പ്രവചിക്കാൻ പറയുകയാ. ഓ, അന്യഭാഷയിൽ തുടരാൻ പറ്റുന്നവർ
ഞാനിത് പറയുമ്പോൾ തീ പോലത്തെ ഒരു കൈ നിന്റെ നാവെ തൊടുന്നുണ്ട്, 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 തൊടുന്നുണ്ട്. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി അഭിഷേകം ഇതിനകത്ത് വീഴുന്നു, അഭിഷേകം ഇതിനകത്ത് വീഴുന്നു, അഭിഷേകം ഇതിനകത്ത് വീഴുന്നു. ഒറ്റ കുഞ്ഞു അടങ്ങിയിരിക്കരുത്, ഒറ്റ കുഞ്ഞു മൗനമായിട്ടിരിക്കരുത്, ഒറ്റ കുഞ്ഞു മൗനമായിട്ടിരിക്കരുത്. ഈ രാത്രി കൈമാറ്റങ്ങളുടെ രാത്രി. സീസൺ തിരിയും, സീസൺ തിരിയും എന്ന് നീ കേട്ടിട്ടേ ഉള്ളൂ. എന്നാൽ ഇന്ന് രാത്രി കർത്താവ് ചിലരോട് പറയുകയാ, നിന്റെ സീസൺ ചേഞ്ച് ആയി, നിന്റെ സീസൺ ചേഞ്ച് ആയി, നിന്റെ മിനിസ്ട്രി ചേഞ്ച് ആയി, നിന്റെ മിനിസ്ട്രി ചേഞ്ച് ആയി. എത്ര പേർക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നു? ഈ പ്രവാചക അധികാര ശുശ്രൂഷ ദൈവം എന്റെ കയ്യിൽ ഭരമേൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ സ്വസ്ഥാനത്ത് എഴുന്നേറ്റ് എന്നാണ്, സ്വസ്ഥാനത്ത് എഴുന്നേറ്റ് എന്നാണ്. ഈ പ്രവാചക അധികാര ശുശ്രൂഷ എൻ്റെ മേൽ ഭരമേൽപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എഴുന്നേറ്റ് എന്നാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവ് ചിലരുടെ മേൽ അതിടാൻ പോവുകയാണ്. ഇന്ന് രാത്രി മുതൽ ഈ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ ഈ മൺഡേ രാത്രി മുതൽ, ഈ ലാസ്റ്റ് വീക്കിൻ്റെ ഈ മൺഡേ രാത്രി മുതൽ നിൻ്റെ മേൽ വീഴുന്ന പ്രവാചക അധികാരം, പ്രവാചക അഭിഷേകത്തിൻ്റെ അധികാരം, ഈ രാത്രി മുതൽ ഭയങ്കര ശക്തിയോടെ നിന്നിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഈ രാത്രി നിൻ്റെ ദേഹത്തത് പതിയും. നിൻ്റെ ദേഹത്ത് പതിഞ്ഞു എന്നത് നിനക്ക് അടയാളമാകും. നിനക്ക് അടയാളങ്ങൾ വരുന്നുണ്ട്. കമാൺ, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചോണം. കാഴ്ചക്കാരായിട്ട് ഒറ്റ കുഞ്ഞ് നിൽക്കരുത്. കേൾവിക്കായിട്ട് കാതു മാത്രം തുറന്ന് കാഴ്ചക്കാരായിട്ട് നിൽക്കാതെ അതിനെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ മുമ്പോട്ട് വിളിക്കുന്നില്ല. നീ നിൽക്കുന്നിടത്ത് തന്നെ ഇന്ന് രാത്രി ദൂതന്മാരതിനെ പതിപ്പിക്കട്ടെ, ദൂതന്മാരതിനെ പതിപ്പിക്കട്ടെ. വിശ്വസിക്കുന്നവർ